ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുള്ള ഭയങ്കര വിയേർഡായിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ്. വിയേർഡായിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണം എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്കുണ്ടായ ലക്ഷണം എന്ന് പറയുന്നതായിരിക്കില്ല എൻ്റെ അമ്മയ്ക്കോ അമ്മയുടെ അമ്മയ്ക്കോ ഉണ്ടായത്. അവർക്കൊക്കെ എന്ന് പറയുന്നത് സോക്കോൾഡ് ആയിട്ടുള്ള പല പ്രഗ്നൻസി ലക്ഷണങ്ങളുമായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷേ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ള വ്യത്യാസവും നമ്മുടെ ഫുഡ് ഹാബിറ്റിൽ വന്നിട്ടുള്ള വ്യത്യാസവും ഒക്കെ കൊണ്ട് പലതരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേർക്കുണ്ടായ 2 പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഓവറായിട്ട് ടെൻഷൻ ആകാതിരിക്കുക. എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. എക്സ്പെക്റ്റഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നില്ലെങ്കിലോ ഉണ്ടായി പോകുന്ന രക്തത്തിൻ്റെ അളവ് കുറവാണെങ്കിലോ നിങ്ങൾ കാർഡ് ടെസ്റ്റ് മുഖേനയോ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടോ പ്രഗ്നൻസി ആണോ അല്ലയോ എന്ന് കൺഫേം ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രഗ്നൻസിയുടെ തുടക്ക സ്റ്റേജിൽ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ സൗണ്ട് കുറച്ച് പരുക്കനായിട്ട് മാറുക, കുറച്ചൊരു കരകരപ്പ് പോലെയുള്ളൊരു വോയിസ് ആയിട്ട് വരിക, അല്ലെങ്കിൽ ശബ്ദത്തിന്റെ ആ ഒരു പ്രസരിപ്പ്, അതിന്റെ ഒരു എന്താ പറയുക, ആ ഒരു സ്ട്രെങ്ത് അതൊന്ന് കുറഞ്ഞു വരിക. ഇതൊക്കെ പലരിലും ഉണ്ടാകുന്ന ഏർലി പ്രഗ്നൻസി ലക്ഷണമാണ്. നല്ലപോലെ പാട്ട് പാടുന്നവരിലോ അല്ലെങ്കിൽ സംസാരം നല്ല ക്ലിയർ ആയിട്ടുള്ള സംസാരമുള്ളവർക്ക്, നല്ല ലൗഡ് ആയിട്ടുള്ള വോയിസ് ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് ഈ ഒരു വ്യത്യാസം തിരിച്ചറിയാനായിട്ട് സാധിക്കും. നമുക്ക് വോക്കൽ കോഡിൽ എന്തെങ്കിലും കംപ്ലയിൻസ് വരുമ്പോഴോ അതല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ജലദോഷം ഉണ്ടാകുന്ന പോലുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പലരുടെയും ശബ്ദം ഒച്ചയ്ക്കൊന്ന് അടയാറുള്ളത്. പക്ഷേ ഈ ഒരു പ്രത്യേകത, ഈ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് പലർക്കും ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഫേസ് ചെയ്യാറുണ്ട്. ഇതുണ്ടാവാനായിട്ട് പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം കേട്ടോ. ആദ്യത്തെ എന്ന് പറയുന്നത്, എന്തുണ്ടെങ്കിലും അതിനൊരു കാരണം നമ്മുടെ പ്രഗ്നൻസി ഹോർമോൺസ് തന്നെയാണ്. ഇവിടെ നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഇൻക്രീസ് ആകുന്ന നമ്മുടെ ഈസ്ട്രജൻ ഹോർമോണിന്റെയും അതുപോലെ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെയും ഇൻക്രീസ് കൊണ്ട് നമുക്ക് നമ്മുടെ ശബ്ദത്തിലെ വ്യത്യാസം വരാം. നമ്മുടെ ശബ്ദം ഒന്ന് പരുക്കനാവുന്നതായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ശബ്ദത്തിന്റെ ഒച്ച ഒന്ന് കുറയുന്നതായിട്ടോ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. രണ്ടാമതുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മുടെ വോക്കൽ കോഡിൽ പ്രഷർ വരുന്നത്. സാധാരണയായിട്ട് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മുടെ ഒരുപാട് ശരീര ഭാഗങ്ങളിൽ വേദന നമുക്ക് അനുഭവപ്പെടാറുണ്ട്. നമ്മുടെ കൈകളിൽ, നമ്മുടെ കാലിൽ, നമ്മുടെ ഫേസിൽ ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ ഒരു സ്വെല്ലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ വോക്കൽ ഫോൾഡിലുള്ള ടിഷ്യൂസിലും ഈ ഒരു സ്വെല്ലിംഗ് അല്ലെങ്കിൽ ഒരു വേദന അല്ലെങ്കിൽ ഒരു വീക്കം അനുഭവപ്പെടുന്നത് നമ്മുടെ വോയിസിന്റെ ക്വാളിറ്റി റിഡ്യൂസ് ചെയ്യുന്നതിന് കാരണമാവുന്നു. നമ്മൾ പ്രഗ്നന്റ് ആകുമ്പോഴേക്കും പലരുടെയും കൈയും കാലിലും ഫേസിലും ഒക്കെ ഒരു നീർക്കെട്ട്, ഒരു വീക്കം പോലെ ഉണ്ടാവില്ലേ. ഈ ഒരു ചേഞ്ചസ് തന്നെ നമ്മുടെ വോക്കൽ കോഡിലും ഉണ്ടാവുന്നതാണ് ഈ ഒരു സൗണ്ട് ക്വാളിറ്റി കുറയാനായിട്ടുള്ള കാര്യം കേട്ടോ. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലുള്ള ഫ്ലൂയിഡ്സിന്റെ പ്രവർത്തനം കുറച്ച് കൂടാറുണ്ട്. ചിലർക്ക് ഉമിനീര് നല്ലതുപോലെ ഡെവലപ്പ് ആവാറുണ്ട്, ചിലർക്കല്ല എല്ലാവർക്കും തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടാറുണ്ട്. ചിലർക്ക് എന്ന് പറയുന്നത് മിൽക്കിന്റെ പ്രൊഡക്ഷൻ ആ സമയത്ത് തന്നെ കൂടിയിട്ട് ചിലർക്ക് ആ ബ്രസ്റ്റ് ലീക്ക് ചെയ്യാറുണ്ട്. ഇങ്ങനെ ആ ഒരു ബോഡിയിലുള്ള ഫ്ലൂയിഡ്സിന്റെ പ്രവർത്തനങ്ങൾ, അതിന്റെ ഫ്ലൂയിഡ്സിന്റെ അളവ് ഒരു 50% വരെ നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് കൂടുന്നു. ഇങ്ങനെ ഒരു ഫ്ലൂയിഡ് അവിടെ കൂടുന്നതും നമുക്ക് ഇത്തരത്തിൽ വോയിസിൽ ചേഞ്ചസ് വരാനായിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അടുത്തൊരു റീസൺ എന്ന് പറയുന്നത്, കുഞ്ഞ് ഗ്രോ ആയി തുടങ്ങുമ്പോഴേക്കും ഏകദേശം നമ്മുടെ ഫസ്റ്റ് ട്രൈമസ്റ്റർ ഒക്കെ ആകുന്ന ഒരു സമയത്ത് കുഞ്ഞിന് ആ ഒരു ഗ്രോത്ത് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ വിസിബിൾ ആവാനായിട്ട് തുടങ്ങും. ഹാർട്ട് ബീറ്റ് ഉണ്ടാകും. ഇങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ ആ ഒരു തുടക്കത്തിലുള്ള സ്റ്റേജിൽ തന്നെ ഉണ്ടാകുമ്പോഴേക്കും ഇതിന്റെ ഭാഗമായിട്ട് കുഞ്ഞിന്റെ ആ ഒരു പ്രഷർ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ ഭാഗത്തേക്ക് വരുന്നു. ഈ ഇന്റേണൽ ഓർഗൻസിന്റെ ഭാഗത്തോട്ട് ഈ ഒരു പ്രഷർ വരുന്നതിന്റെ ഭാഗമായിട്ട് ആ ഒരു പ്രഷർ തന്നെ നമ്മുടെ ഡയഫ്രത്തിൽ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. ഈ ഡയഫ്രത്തിലെ പ്രഷർ വരുമ്പോഴേക്കും ഇതിന്റെ ഭാഗമായിട്ടും നമ്മുടെ സൗണ്ട് ക്വാളിറ്റിയിൽ വ്യത്യാസം അനുഭവപ്പെടാം. അടുത്ത റീസൺ എന്ന് പറയുന്നത്, നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിൽ ബ്ലഡിന്റെ പ്രൊഡക്ഷൻ കൂടുമെന്ന് മുൻപത്തെ ഒരു ടോപ്പിക്കിൽ ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ആ ബ്ലഡിന്റെ പ്രൊഡക്ഷൻ കൂടി കഴിയുമ്പോൾ തന്നെ ബ്ലഡ് സർക്കുലേഷനും അതിനനുസരിച്ച് കൂടും. നോർമലി ഉണ്ടായിരുന്ന ബ്ലഡ് സർക്കുലേഷനെ അപേക്ഷിച്ച് കുറേയും കൂടി കൂടുതലായിരിക്കും ഇവിടെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നത്. കാരണം നമ്മുടെ ആ ഒരു എംബ്രിയോ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും പ്രവർത്തിക്കും. ചില ഭാഗങ്ങൾ അവരുടെ പ്രവർത്തനത്തെ കോംപ്രമൈസ് ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷനും ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ വരുന്നതിന്റെ ഭാഗമായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായി നമ്മുടെ ആ ഒരു ഞരമ്പുകളൊക്കെ ഒന്ന് വികസിക്കാനായിട്ട് തുടങ്ങും. ഈ വികാസം അവിടെ സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ വോക്കൽ കോഡിന് അവിടെയുള്ള വെസൽസിലും ഇത്തരത്തിലുള്ള വികാസം സംഭവിക്കുന്നു. ഇങ്ങനൊരു വികാസം ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ വോയിസ് ക്വാളിറ്റിയിൽ വ്യത്യാസം സംഭവിക്കുന്നു. നോർമലി ഞാൻ ഇതിനു മുൻപുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്,
നമ്മുടെ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോഴേക്കും നമ്മുടെ ഞരമ്പുകളൊക്കെ ഒന്ന് വികസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വികസിക്കുമ്പോഴേക്കും നമുക്ക് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ അങ്ങിങ്ങായിട്ട് വേദന അനുഭവപ്പെടുന്നു. ഇതേ സെയിം മെക്കാനിസം തന്നെയാണ് ഈ ഒരു ഭാഗത്തും സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു വികാസം വരുമ്പോഴേക്കും അവിടെ നമ്മുടെ വോയിസിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവുന്നു. അടുത്തൊരു ഇങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നമുക്ക് മൂക്കിലുണ്ടാകുന്ന വ്യത്യാസം. നമുക്ക് മൂക്കടപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ വോയിസ് ക്വാളിറ്റിയിൽ അതിനനുസരിച്ച് വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. മൂക്ക് അടഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് പെട്ടെന്ന് മൂക്ക് അടഞ്ഞിട്ടില്ലെന്ന് നമ്മുടെ സംസാരം കേൾക്കുമ്പോൾ പലർക്കും മനസ്സിലാക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുമ്പോഴേക്കും നമ്മുടെ മൂക്കിന്റെ ഭാഗത്തേക്കൊക്കെ നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത് നോർമലാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ചെയ്യാം കേട്ടോ. മൂക്ക് അടഞ്ഞത് പോലെ നമുക്ക് തോന്നുക, അല്ലെങ്കിൽ മൂക്കിൽ എന്തോ ഇരിക്കുന്നത് പോലെ നമുക്ക് തോന്നുക, അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാകും. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ജലദോഷം വരുന്നു, തുമ്മൽ വരുന്നു. ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മുടെ ആ ഒരു ശരീരം സെൻസിറ്റീവ് ആയി പോകുന്നുണ്ട് പ്രഗ്നന്റ് ആകുന്ന സമയത്ത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടും നമ്മുടെ ആ ഒരു മൂക്കിൽ വ്യത്യാസം വരുന്നതിന്റെ ഭാഗമായിട്ടും നമുക്ക് സംസാരിക്കുമ്പോഴേക്കും അതിനനുസരിച്ച് വ്യത്യാസം ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. എസ്പെഷ്യലി ഈ ഒരു വ്യത്യാസം നമുക്ക് കാണുന്നത് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ തന്നെയായിരിക്കും. അതായത് ഒരു ഫസ്റ്റത്തെ ട്രൈമസ്റ്ററിന്റെ സമയത്തൊക്കെ നമുക്ക് ഈ ഒരു വ്യത്യാസം ഭയങ്കര ക്ലിയർ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് പലർക്കും തന്നെ പ്രഗ്നന്റ് ആകുന്ന ഒരു സമയത്ത് ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ട്. ഈ ഈസ്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് നോർമലി ഒരു സ്ത്രീ അവരുടെ ഒരു മെൻസ്ട്രൽ സൈക്കിളിന്റെ ഏതെങ്കിലും ഒരു സമയത്ത് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഡിസ്ചാർജ് ആണ്, അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഇൻഫെക്ഷൻ ആണ് ഈസ്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഈ ഈസ്റ്റ് ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്നത് പല ടൈപ്പ് ലക്ഷണങ്ങളായിരിക്കും. അതിൽ ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്നത് നമുക്ക് കോട്ടൺ ചീസ് പോലെയുള്ള ഡിസ്ചാർജ് ഉണ്ടാകും. കട്ട തൈര് പോലെയുള്ള ഡിസ്ചാർജ് നമുക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിന് നമുക്ക് ഇച്ചിങ് ഉണ്ടാകും. ഈ ഇച്ചിങ് നമുക്ക് ഉണ്ടാകുന്നത് ആ ഒരു ഇൻസൈഡ് ഭാഗത്തായിരിക്കും, വജൈനയുടെ ഭാഗത്തായിരിക്കും നമുക്ക് ഇച്ചിങ് ഉണ്ടാകുന്നത് കേട്ടോ. ചിലർക്കൊരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടാകും, അതായത് പുകച്ചില് പോലെയൊക്കെ നമുക്ക് അനുഭവപ്പെടാനായിട്ട് തുടങ്ങും. ഇത്തരത്തിലുള്ള ഇച്ചിങ് ഏകദേശം നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ ആ ഒരു വജൈനയുടെ ഒരു ഹോർമോൺ ബാലൻസിലെ വ്യത്യാസം വരുമ്പോഴാണ്. നമ്മളുടെ ആ ഒരു വജൈനയുടെ ഭാഗം എന്ന് പറയുന്നത് നാച്ചുറലി ആ ഒരു ക്ലീനിങ് പ്രോസസ്സ് വജൈനയിൽ തന്നെ നടക്കുന്നുണ്ട്. ഏകദേശം ആ വജൈനയിൽ ഉണ്ടാകുന്ന ആസിഡിന്റെയും അതുപോലെ ഈസ്റ്റിന്റെയും ഒരു ബാലൻസിൽ വ്യത്യാസം വരുമ്പോഴേക്കും ആ വ്യത്യാസം വരുന്നതിന്റെ ഭാഗമായിട്ട് വജൈനയിൽ ഈസ്റ്റിന്റെ അളവ് കൂടുകയും ചെയ്യുന്നു. ഓവർഗ്രോ ഈസ്റ്റിൽ ഉണ്ടാകുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ട് ശരീരത്തിൽ ഈ ഒരു വജൈനയുടെ ഭാഗത്ത് ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാകുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ഒരുപാട് സ്ത്രീകൾക്ക് പല സ്റ്റേജുകളിൽ ഇത്തരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാവാറുണ്ട്. എസ്പെഷ്യലി അവർക്ക് പീരിയഡ്സ് ആകുന്ന സമയത്ത്, അതുപോലെ അവർക്ക് പ്രഗ്നൻസി ആകുന്ന സമയത്ത്. പ്രഗ്നൻസി ആകുന്ന സമയം എന്ന് പറയുന്നത് ഒരുപാട് ഹോർമോൺസിന്റെ ഹൈക്കും അതുപോലെ ലോയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഇതിന്റെ ഭാഗമായിട്ട് വജൈനൽ ഇൻഫെക്ഷൻ പല സ്ത്രീകൾക്കും ഫേസ് ചെയ്യാറുണ്ട്. ആ ഒരു സമയത്ത് ഇപ്പോ എന്റെ പ്രഗ്നൻസിയുടെ സമയത്ത് ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ ആയ സമയത്തായിരുന്നു എനിക്ക് ഒരു ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടായത്. ഏകദേശം എനിക്കൊരു സെക്കൻഡ് പ്രഗ്നൻസി ആയപ്പോഴേക്കും അമ്നിയോസിന്റസിന്റെ ഒരു ടെസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ ടെസ്റ്റ് കഴിഞ്ഞിട്ട് അതിന്റെ സമയത്ത് ഒരുപാട് എനിക്ക് മെഡിസിൻസ് പെട്ടെന്ന് അങ്ങോട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഹോർമോണൽ മെഡിസിൻസ് ആണല്ലോ നമ്മൾ എടുക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ജസ്റ്റ് ഒരു ഇംബാലൻസസ് അവിടെ ഉണ്ടാവുകയും അങ്ങനെ എനിക്ക് ഈസ്റ്റ് ഇൻഫെക്ഷൻ ഫോം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പലർക്കും പ്രഗ്നൻസിയുടെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ട്. ഏകദേശം നമുക്ക് ഉണ്ടാവുന്നത് പ്രഗ്നൻസിയുടെ ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലായിരിക്കും. ഏകദേശം ഒരു ഫസ്റ്റത്തെ ട്രൈമസ്റ്റർ സമയത്തായിരിക്കും ആ ഒരു ഹോർമോൺ ചേഞ്ച് കൊണ്ടിട്ട് നമുക്ക് ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത്. പല സ്ത്രീകളും ചൊറിച്ചിലോട് കൂടിയിട്ടുള്ള ഡിസ്ചാർജ് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോഴേക്കും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസ്ചാർജുകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പീരിയഡ്സ് മിസ് ആകുന്നുണ്ടോ എന്ന് കൂടി ശ്രദ്ധിക്കാം. ഇനി പീരിയഡ്സ് മിസ് ആകുന്നില്ലെങ്കിലും നമുക്ക് പീരിയഡ്സ് ആകുന്നുണ്ടെങ്കിലും അതിനുശേഷവും ഇത്തരത്തിലുള്ള ഡിസ്ചാർജുകൾ കാണുന്നുണ്ടെങ്കിൽ, കട്ട തൈര് പോലെയുള്ള ചൊറിച്ചിലോട് കൂടിയിട്ടുള്ള ഡിസ്ചാർജുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾ ഉറപ്പായിട്ടും ഡോക്ടറെ പോയി കാണുക. കാരണം എപ്പോഴും നമുക്ക് ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് ഒരിക്കലും പ്രഗ്നൻസി ആയതിന്റെ സൂചനയായിരിക്കില്ല, മറിച്ച് നമ്മുടെ അവിടെയുള്ള ഒരു pH ബാലൻസിന് വ്യത്യാസം വരുന്നത് കൊണ്ടും നമുക്ക് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാകാം. കൂടുതലായിട്ടും ഇങ്ങനെ ഇൻഫെക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ, അതായത് പ്രഗ്നൻസി ആകാതെ റെക്കറന്റ് ആയിട്ട് ഇങ്ങനെ ഇൻഫെക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ അതുമൂലം വജൈനയുടെ pH ബാലൻസിൽ വളരെയധികം വ്യത്യാസം ഉണ്ടാവുകയും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലോട്ട് എത്തുന്ന പുരുഷന്റെ സ്പേമിന് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാതെയും വരുന്നു. കാരണം രണ്ടിന്റെയും pH ബാലൻസ് വ്യത്യാസം വരുമ്പോഴേക്കും നമ്മുടെ വജൈന തന്നെ സ്പേമിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. അപ്പോൾ റെക്കറന്റ് ആയിട്ട് പ്രഗ്നൻസി അല്ലാതെയും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ പോയി കാണുക കേട്ടോ. ഇനി നിങ്ങൾ പ്രഗ്നന്റ് ആണ്, നിങ്ങൾക്ക് വജൈനൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് ആദ്യം പറയുക. ഇന്റിമേറ്റ് ഹൈജീനിനുള്ള ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഡോക്ടർ തരുന്നതായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ സാധാ വെള്ളം ഉപയോഗിച്ച് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ വജൈനൽ ഭാഗം ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ ലൂസ് ആയിട്ടുള്ള അണ്ടർ ഗാർമെന്റ്സ് നിങ്ങൾ വെയർ ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ ഇങ്ങനെ ഫ്രാഗ്രൻസ് ഉള്ള സോപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഡെക്ടോൾ ഉപയോഗിച്ചോ ഒക്കെ നിങ്ങൾ അവിടെ ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടെൻഡൻസി നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക കേട്ടോ. ഇടയ്ക്ക് ഒരു ദിവസത്തിൽ 2 തവണയെങ്കിലും നിങ്ങൾ ഡ്രസ്സ്, അതായത് അടിക്കിടുന്ന
ഡ്രസ്സ് നിങ്ങൾ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, അതായത് നിങ്ങളിപ്പോൾ നമ്മൾ യൂറിനേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ മോഷൻ പാസ് ചെയ്യുന്നു, ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള വെള്ളം നല്ലൊരു കോട്ടൺ തുണി വെച്ചിട്ട് നിങ്ങൾ ഒപ്പിക്കളയാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ മോഷൻ പാസ് ചെയ്ത് കഴിയുമ്പോഴേക്കും കൂടുതൽ ബാക്ടീരിയാസ് നമ്മളുടെ ആ വജൈനയുടെ അകത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് ക്ലീൻ ചെയ്യാതെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വജൈനൽ ഇൻഫെക്ഷൻ വരുന്നത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഈസ്റ്റ് ഇൻഫെക്ഷൻ വരുന്നത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.